റിസൾട്ട് നിങ്ങൾ കണ്ടോ? സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അടിപൊളിയായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സ്കിൻ വെളുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്നിനെ അലട്ടുന്ന പ്രശ്നമാണോ അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ടാനും ഒക്കെ? അതൊക്കെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കി സ്കിൻ നല്ല പോലെ തിളക്കം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്താൽ മതി. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും ഞാൻ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്കിൻ വെളുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് അൺഇവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റി സ്കിൻ നല്ല ക്ലീൻ ആകുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് എങ്ങനെയാണ് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. ചർമ്മത്തിനകത്തുണ്ടാകുന്ന ചുളിവ് മാറ്റാനും അൺഇവൻ സ്കിൻ ടോൺ മാറ്റാനും നിങ്ങൾക്ക് ഈ പാക്ക് ഒന്ന് തയ്യാറാക്കണേ. നമുക്ക് പാക്ക് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡർ ആണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ ഇല്ലാതാക്കാൻ മുൾട്ടാണി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. മുൾട്ടാണി മിട്ടി പൗഡർ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ്. 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടിയാണ് ചേർക്കുന്നത്. കടലമാവിന്റെ പൊടിയും അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ കടലമാവിന്റെ പൊടി ചേർത്തു. അതും 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സ്ഫടികക്കാര വളരെ നല്ലതാണ്. സ്കിന്നിനകത്തെ അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ടാനും നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തുടച്ചു മാറ്റാനും നമ്മുടെ സ്കിന്നിനകത്ത് ഓപ്പൺ പോഴ്സ് ഒക്കെ മാറ്റാനും സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളും എല്ലാം മാറ്റി സ്കിൻ നല്ല പോലെ വെളുക്കാൻ സഹായിക്കും. ഇതാണ് നമ്മുടെ സംഭവം, അതായത് സ്ഫടികക്കാര. ഇത് നമുക്ക് അങ്ങാടി ഷോപ്പിൽ മേടിക്കാൻ സാധിക്കും. ഓൺലൈൻ വഴിയും നമുക്ക് ഈ ഒരു സ്ഫടികക്കാര മേടിക്കാൻ സാധിക്കുന്നതാണ്. സ്ഫടികക്കാരയാണ് നമുക്ക് വേണ്ടത്. അതായത് സ്ഫടികക്കാര പൗഡർ നമുക്ക് കിട്ടും. സ്ഫടികക്കാര പൗഡർ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതിനൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്ന ഒരു സ്മെല്ലൊന്നും അല്ല കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഞാൻ ഈ സ്ഫടികക്കാര വെച്ചിട്ടുള്ള പാക്ക് ഉപയോഗിച്ചപ്പോൾ എൻ്റെ സ്കിൻ നല്ല ക്ലീൻ ആക്കാനും നല്ല സ്കിന്നിനകത്തുണ്ടാകുന്ന ആ ഒരു ഡെഡ് കോശങ്ങളൊക്കെ പോയിട്ട് സ്കിൻ നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ട്. സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല തിളക്കവും വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇനി ഇതൊന്ന് മിക്സ് ആക്കണം. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫേസിലിടണം. പിന്നീട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാൻ നോക്കരുത്. ഉണ്ടാക്കി ഉടനെ ഇട്ടാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് കൈകൾക്കും കാലുകൾക്കും ഒക്കെ തിളക്കം വെക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ ചേർത്തിട്ടാണ് ഇത് നമ്മൾ മിക്സ് ആക്കുന്നത് കേട്ടോ. ആവശ്യാനുസരണം റോസ് വാട്ടർ ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ആക്കി എടുക്കാം. അടിപൊളിയാണ് ഈ പാക്ക് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ സ്ഫടികക്കാര പൗഡർ നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാം. പിന്നെ സ്ഫടികക്കാരയുടെ ചെറിയതായിട്ട് പീസായിട്ടും കിട്ടും. അതിനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നുന്നു സ്ഫടികക്കാര പൗഡർ മേടിക്കുന്നതാണ് കേട്ടോ. ബാക്കി നമുക്ക് പിന്നീട് ഉപയോഗിക്കാമല്ലോ. സംഭവം കണ്ടോ, ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലിട്ടിട്ടാണ് മാറ്റം നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒരു പാക്ക് ഞാൻ കൈകളിലിടുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ല നിങ്ങൾക്ക് ഒന്നിരാടമാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. വളരെ മാറ്റം കിട്ടുന്ന ഒരു പാക്കാണ്. ഞാൻ നല്ലപോലെ മാറ്റം കിട്ടാൻ സഹായിച്ചൊരു പാക്കാണ്. എന്തായാലും ഞാൻ ഇവിടെ കൈകളിലിട്ടിട്ടുള്ള മാറ്റം നിങ്ങളെ കാണിക്കാം. എൻ്റെ കൈകൾക്ക് അധികം നിറമൊന്നുമില്ല. ആ ഒരു കൈകളിലേക്കാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇത്ര എടുക്കുക. ഇതുകൊണ്ടോ, ഇത്ര എടുത്ത് നമ്മളിങ്ങനെ സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല ഒരു ഇതാണ് കേട്ടോ. ഈ ഒരു സ്ഫടികക്കാരത്തിന് ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്. അത് നമുക്ക് ബാഡായിട്ട് തോന്നുന്ന ഒരു സ്മെല്ലൊന്നും അല്ല. സ്കിന്നിന് കുഴപ്പമൊന്നും, നമുക്ക് മറ്റുള്ള ഇറിറ്റേഷൻ ഒന്നും തോന്നത്തില്ല കേട്ടോ. സ്ഫടികക്കാരം മാത്രമായിട്ട് ചർമ്മത്തിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ അടിപൊളിയാണ് കണ്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി. എന്താണ് റിസൾട്ട് എന്നുള്ളത് നോക്കാം. അതായത് നമുക്കൊരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അധികം ഉണങ്ങി അങ്ങ് പൊഴിഞ്ഞു പോകുന്ന ഒരു പരുവം വരെ നമ്മൾ നോക്കണ്ട. വെയിറ്റ് ചെയ്യാം എന്തായാലും കേട്ടോ. ഒരു 3 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്കിത് തുടച്ച് മാറ്റാം. ഓക്കെ, തളിച്ച് മാറ്റാൻ പോവുകയാണ്. റിസൾട്ട് നിങ്ങൾ കണ്ടോ? നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് അൺഇവൻ സ്കിൻ ടോൺ
പെട്ടെന്ന് തന്നെ മാറും. ഞാൻ ഇപ്പം റെഗുലറായിട്ട് എൻ്റെ സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു സ്ഫടികക്കാര. നിങ്ങളിത് കണ്ടോ, സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അടിപൊളിയായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല പോലെ മാറ്റമുണ്ട്. ബാക്കി ഭാഗം നിങ്ങൾ കണ്ടോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ സ്കിൻ നല്ല പോലെ വെളുക്കാൻ വേറെ ഒന്നും വേണ്ട. ഇത് റെഗുലറായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല പോലെ വെളുത്ത് ഞെട്ടിക്കുന്ന റിസൾട്ട് കിട്ടും ഈ സ്ഫടികക്കാര പാക്കിനകത്ത് നിന്ന്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. സംഭവം കിടുവാണ്. കണ്ടല്ലോ പാക്ക് തയ്യാറാക്കിയത് എങ്ങനെയാണെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിന് മാറ്റം നേടാൻ വേറെ ഒന്നിൻ്റെയും പുറേന് പോയിട്ട് പണം ഒന്നും കളയേണ്ട. ഈ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പാക്ക് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി. സ്കിന്നിന് നല്ല പോലെ മാറ്റം നേടാൻ സാധിക്കും. ഞാൻ ഉപയോഗിച്ചപ്പോൾ കണ്ട മാറ്റവും നിങ്ങൾ കണ്ടല്ലോ. അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ സ്കിന്നിനും കിട്ടുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് ചെയ്തിട്ട് റിസൾട്ടും ഒന്ന് പറയണേ.